Meet the editors. അതിൽ വിട്ടോ സൈബർ പോരാളികൾ എന്നാണ് ചോദ്യം. സുജിയ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സൈബർ ഗുണ്ടകൾ ഇറങ്ങി കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് എല്ലാ പക്ഷത്തു നിന്നുമുള്ളവർ അതാത് പക്ഷത്തെ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് പുറത്തിറങ്ങുകയും എതിർ ശബ്ദിക്കുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങൾ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ ഷൈൻ ടീച്ചറിൻ്റെ കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ MLA കാര്യത്തിലും കോൺഗ്രസിൻ്റെ ചില സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയോ? അതിരുവിട്ടോ സൈബർ പോരാളികൾ? അതിരുവിട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിരുവിട്ടു എന്ന് പറയുന്നതിനൊപ്പം തന്നെ സൈബർ പോരാളികൾക്ക് മാത്രമല്ല അതിരുവിട്ടത് എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം സൈബർ പോരാളികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പാർട്ടിയിൽ പദവികൾ വഹിക്കാത്ത എന്നാൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന സൈബർ ഇടത്തെ ആളുകൾ എന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളടക്കം BRM ഷഫീറിനെ പോലെയുള്ളവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നതിനായി പാർട്ടി നിയോഗിച്ച ആളുകളാണ്. അവരൊക്കെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ്? ജിൻഡോ ജോൺ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? അങ്ങനെ ഓരോരുത്തരുടെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈബർ ഗുണ്ടകൾ പ്പുറം കോൺഗ്രസിനകത്തെ ആളുകൾ അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ഞാൻ അവരെ ഗുണ്ടകളെന്നൊന്നും വിളിക്കുന്നില്ല, വിത്ത് ഡ്യൂ റെസ്പെക്ട്. അവരെന്താണ് അവരെ തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തിരിക്കുന്നത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഷൈൻ ടീച്ചർ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ MLA എന്നത് മാത്രമല്ലല്ലോ. ഇവിടെ ഷൈൻ ടീച്ചറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായും നിർഭയമായും ഒരു പൊതുജീവിതം സാധ്യമല്ല എന്ന ഒരു സന്ദേശമല്ലേ ഇവർ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ഒരു പൊതുപ്രവർത്തകയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണുന്നത് ഈ ഒരു കണ്ണിലൂടെ മാത്രമാണ് എന്ന ഒരു സന്ദേശം ഷൈൻ ടീച്ചറിലൂടെ കൊടുക്കുന്നത് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണ്. ഇപ്പോൾ CPIM എന്ന പാർട്ടി ഷൈൻ ടീച്ചറിനൊപ്പം നിൽക്കുകയും അവർ പോരാട്ടത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴേക്കും ആ പോരാട്ടത്തിന് അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയുമാണ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിന്റെ പിന്തുണയും അവർക്ക് വലിയ രീതിയിൽ കിട്ടുന്നതാണ് നമ്മൾ ഈ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ കോഫി വിത്ത് അരുണിലൊക്കെ വന്നിരുന്ന അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അതിനൊപ്പം അവരുടെ ജീവിത പങ്കാളിയും നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന തൻ്റെ ചുറ്റുവട്ടത്തുള്ള, അതായത് ഏറ്റവും അടുത്ത ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു പിന്തുണ ഒരു സ്ത്രീക്ക് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവളുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്താൻ നിൽക്കുന്നവർ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഭാഗ്യവശാൽ പാർട്ടിക്കുള്ളിലോ അവരുടെ കുടുംബത്തിലോ അവരുടെ സൗഹൃദ വലയത്തിലോ ഒന്നും അങ്ങനെയുള്ള ഒരു സമീപനമല്ല ഉണ്ടായത്. അത് KJ ഷൈൻ ടീച്ചറിന് അനുകൂല ഘടകമായി ഈ വിഷയത്തിൽ നിന്നു. അത് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തും കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ്. ഒരു രാഷ്ട്രീയക്കാരി എന്നതിനപ്പുറം നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് KJ ഷൈനെ പരിചയപ്പെടുന്നത്. ഒരു പുതിയ സ്ഥാനാർത്ഥിയായി അവരെ പാർട്ടി അവതരിപ്പിക്കുകയാണ്. പക്ഷേ അവർ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരിന്ന് പറഞ്ഞല്ലോ, ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പറവൂരാണ് എന്ന സൂചന നൽകുന്ന കാര്യമാണ് അവരിന്ന് സൂചിപ്പിച്ചത്. ആദ്യം ഈ ഗോപാലകൃഷ്ണന്റെ പോസ്റ്റും അതുപോലെ തന്നെ ഒരു പത്രക്കട്ടിങ്ങും അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ അടക്കം എല്ലാ മാധ്യമപ്രവർത്തകരെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഒരു പ്രചാരണമായിരുന്നു ആദ്യഘട്ടത്തിൽ. ആരും വാർത്തയാക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാത്രമേ നിങ്ങൾ വാർത്തയാക്കുകയുള്ളൂ, CPIM ആയതുകൊണ്ട് നിങ്ങൾ വാർത്തയാക്കാത്തതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാർത്തയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നു. വാർത്തയാക്കുന്നത് എന്തിനാണ്? കാരണം സൈബർ ഇടത്തിൽ മാത്രമായി ഈ ചർച്ച അല്ലെങ്കിൽ ഈ പ്രചാരണം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം അതിന് കിട്ടില്ല. അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ വേണം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഈ വിഷയം അവരാഗ്രഹിച്ച രീതിയിൽ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആരുടേതാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെതാണ്. അദ്ദേഹം ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കുറേ ദിവസങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ അതിനുശേഷം ആ ബോംബ് അദ്ദേഹം ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ KJ ഷൈൻ ടീച്ചറിൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള അവരുടെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം നടക്കുന്നു. അത് പറവൂരിൽ നിന്നുള്ള ബോംബാണോ എന്ന ചോദ്യം അതുകൊണ്ടാണ് ഉയരുന്നത്. അല്ലാതെ ഇല്ലാത്ത ഒന്നും ആരുടെയും തലയിൽ കൊണ്ട് ഇടുകയല്ല. ഇവിടെ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ കഴുകിയിട്ട് കാര്യമില്ല, എന്താ എല്ലാം എൻ്റെ നേരെ വരുന്നത് എന്ന് പറഞ്ഞ് നിഷ്കളങ്കനായി നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫർദർ പിന്നീട് ആളുകൾ എടുത്ത് കോട്ട് ചെയ്യും. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ബോംബ് എന്ന് ചോദിക്കും. കാരണം അത് ചോദിക്കാനുള്ള കോണ്ടെക്സ്റ്റും അവിടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ അയാൾക്കെതിരെ നടപടിയെടുത്തു, നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യാക്രമണം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു VD സതീശനെ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനത് വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം VD സതീശനൊന്നും ഇത്ര മ്ലേച്ഛമായ മലീമസമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ അത് ഷൈൻ ടീച്ചറിന് കൂടി വിശ്വാസമാകണം. കാരണം ഇത് എവിടെ നിന്നാണ് വന്നത്? ആരുടെയും ഒരു പിന്തുണയില്ലാതെ എങ്ങനെയാണ് കോൺഗ്രസ് സൈബർ ഹാൻഡിൽ, അതായത് UDF ഓൺലൈൻ
തുടങ്ങി സൈബർ ഇടത്തിൽ UDF-ന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന ഹാൻഡിലുകളിൽ ഏകദേശം ഒരു 80%, 100 എന്ന് എനിക്കറിയില്ല, 80% ഹാൻഡിലുകളിലും ഈ സംഭവം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം നടന്നിട്ടുണ്ട്, വ്യക്തികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളിലേക്കെല്ലാം കോമൺ ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കോമൺ ടെക്സ്റ്റിംഗ് ആണെന്നേ. കോമൺ ടെക്സ്റ്റിംഗ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കാണാറുള്ളതല്ലേ? ഓരോ പാർട്ടിയുടെയും PR പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ടെക്സ്റ്റിംഗ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് അവർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ആരെ കൊണ്ടൊക്കെ ഇടിക്കണം എന്നത് തീരുമാനിക്കും. ആ രീതിയിലുള്ള ടെക്സ്റ്റിംഗ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഇതിന് പിന്നിലുണ്ട്. ആ പ്രൊപ്പഗാൻഡ ആരുടേതാണ്? അത് കേരളം എക്സ്പോസ് ചെയ്യണം. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തണം. കാരണം ഇത്തരക്കാരൊന്നും കേരള രാഷ്ട്രീയത്തിൽ തുടരാൻ യോഗ്യരല്ല. ഇവിടെ പോസ്റ്റ് മുക്കിയിട്ടൊന്നും കാര്യമില്ല. ഒന്നാം തരം അപവാദ പ്രചാരണമാണ് ഇവിടെ നടന്നത്. അതിൽ ധൈര്യത്തോടെ നേരിട്ട ഷൈൻ ടീച്ചറെ ഞാൻ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരൊരു പോരാളിയായിട്ട് അതിനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് പോലെ സോ കോൾഡ് ഒരു അലിഗേഷൻ അത് സത്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, സത്യമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് സുപ്രീം കോടതി സമ്മതിച്ചിട്ടുള്ളതാണെന്നേ. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ബന്ധമൊക്കെ സാധ്യമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അത് സുപ്രീം കോടതി വിധിയടക്കമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇവരുടെ വീട്ടിൽ കയറി നോക്കാൻ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അതിന് ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ പക്ഷേ അപവാദ പ്രചരണം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതാ MLA കണ്ടിട്ട് തന്നെ എത്ര കാലമായി ഞാൻ കണ്ടിട്ടെന്ന് ഈ ഷൈൻ ടീച്ചറിന്റെ പങ്കാളി എന്ന് വന്നിട്ട് നമ്മുടെ സംഭാഷണത്തിൽ തന്നെ ഡോക്ടർ അരുണിനോട് പറയുകയാണ്. അങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ആ മനുഷ്യന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാളുടെ ഭാര്യയെക്കുറിച്ചാണ്, അവരുടെ മക്കൾ, അവരുടെ സഹപ്രവർത്തകർ, അവരുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചോ കേരളത്തിന് എന്ന് ഇന്നത്തെ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജെൻസി ജെൻ ആൽഫ എന്ന് നമ്മൾ വിളിക്കുന്ന സോക്കോൾഡ് തലമുറ അവർ പുച്ഛത്തോടെ ആയിരിക്കും ഈ വിഷയമൊക്കെ കാണുന്നത്. ഇതൊക്കെയാണോ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ല, കേരളം ഡിസ്കസ് ചെയ്യുന്നത് എന്ന ചോദ്യം അവരിപ്പോൾ ചോദിക്കുന്നുണ്ടാകും. കാരണം ഇതൊരു സൈബർ അസഭ്യ ആക്രമണമാണ്, വെറും ഒരു ആക്രമണമെന്നല്ല, സൈബർ അസഭ്യ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരിക കേരളം എന്നൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഈ മാലിന്യ നിക്ഷേപം എന്ന് പറയുമല്ലോ, ഇത് സാംസ്കാരിക മാലിന്യ നിക്ഷേപമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാംസ്കാരിക മാലിന്യങ്ങളെ നമ്മൾ പെറുക്കി അത് എവിടെയാണോ കളയേണ്ടത് അത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇവിടെ CPI-ന് നേരെ തൊടുത്തുവിട്ട ബോംബ് സ്വന്തം പാളയത്തിൽ വന്ന് പൊട്ടിയതിന്റെ ഞെട്ടലിലാണ് VD സതീശനും കൂട്ടരും. കാരണം വയനാട് ആത്മഹത്യകളുടെ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ അതിൽ നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. സഭയിൽ 3 അടിയന്തര പ്രമേയത്തിന് പോയി അവിടെ കിട്ടിയ ഷോക്ക് അതവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ശുക്രദശയാണെന്നാണ്. കാരണം 3ാം ഭരണത്തിലേക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇതാ നിങ്ങൾ പിടിച്ചോളൂ 3ാം ഭരണം, ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നിട്ട് തന്നെ അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ഭരണം കൂടി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് എത്തിച്ച് പിണറായി വിജയന് 3ാം ഊഴവും കൊണ്ടുചെന്ന് കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ്, സർക്കാരിനെതിരെ ഉന്നയിക്കാൻ വിഷയങ്ങളേറെയുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിന്റെ തലേ ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് കൊടുക്കാനായിട്ടുള്ള നീക്കമടക്കം ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ പ്രൈം ടൈം ഡിബേറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്, ഈ സൈബർ അസഭ്യ ആക്രമണമാണ്. അപ്പോൾ അതിലേക്ക് ആ വിഷയത്തെ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? അതിന്റെ ബെനിഫിറ്റ് പിണറായി വിജയൻ സർക്കാരിനാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ബോണസ് ആണ് ഈ പറയുന്ന ഈ ആക്രമണങ്ങളെല്ലാം. അതെല്ലാം മുഖ്യമന്ത്രിക്ക്, CPI-ന്, ആ പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വരാം. കോൺഗ്രസിൽ എറണാകുളം DCC അത് ഡിവൈഡഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം DCC പ്രസിഡന്റ് പറയുന്നതും മറ്റ് നേതാക്കൾ പറയുന്നതും എല്ലാവരുടെയും ഈ വിഷയത്തിലെ ടേക്ക് എന്താണെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനിടയിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി ഞാനിന്ന് കണ്ടു. അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അവകാശ ലംഘനം നടത്തിയിരിക്കുന്നു, സഭയിൽ പറഞ്ഞ 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതോടൊപ്പം വയനാട്ടിൽ പോയി വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരായ അദ്ദേഹം നടത്തിവരുന്ന പ്രക്രിയ തുടരുന്നു. അതാണ് രാഷ്ട്രീയം, അതിന്റെ പേരാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നടത്താൻ അറിയാത്തവർ ഇപ്പുറത്ത് ഈ സൈബർ ആക്രമണം, എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്, എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അതല്ല രാഷ്ട്രീയം. കേരളം കാണേണ്ട രാഷ്ട്രീയം രമേശ് ചെന്നിത്തല ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് എന്നത് കോൺഗ്രസ്സുകാരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ സെക്സ് സ്കാൻഡൽ ആണല്ലോ, നമ്മൾ സെക്സ് സ്കാൻഡൽ ചർച്ച ചെയ്ത വേളകൾ ലോകരാഷ്ട്രീയത്തിലായാലും കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും ഒക്കെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ബേസ് ഉള്ള അലിഗേഷൻസ് ആണ്. ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ, അത് ഒരു കോർണറിൽ നിന്ന് തൊടുത്തുവിടുകയും പിന്നീട് അത് എല്ലാവരും അങ്ങ് അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് പോലും നോക്കാതെ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഇങ്ങനെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങളുടെ തന്നെ വിശ്വാസ്യത നിങ്ങൾ എന്തിനാണ് കോൺഗ്രസെ നഷ്ടപ്പെടുത്തുന്നത്? CPI-ന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇവർക്കെതിരെ പറയിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞോ?
അഥവാ പറയാൻ കഴിഞ്ഞോ? ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് CPIM-ന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് എന്നുള്ള വാദം നിൽക്കുക? ഇത് കോൺഗ്രസ്സുകാർ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പറവൂർ ആരോപണത്തിന് പിന്നിൽ ഇനിയിപ്പോൾ ഉള്ളിലെ തർക്കമാണ്, പാളയത്തിലെ പടയാണെന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പറവൂർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറുഭാഗത്തുള്ളവരുമാകാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവസാനത്തിൽ കൊണ്ടു നടന്നത് നീയെ, കൊല്ലിച്ചത് നീയെ, ചാപ്പ എന്നുള്ള ലൈനിലാണല്ലോ അവരിതിനെ കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കിയിട്ട് അവസാനം കെട്ടുപൊട്ടിച്ച് താഴേക്ക് ഇട്ടിട്ട് അങ്ങ് മാറി നിന്ന് കയ്യും കെട്ടി നിൽക്കുന്ന ആരാണ്? അത് VD സതീശനാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതുമാകാം, എന്തുമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ CPIM-നെ ഇക്കാര്യത്തിൽ CPIM ഷൈൻ ടീച്ചർക്കെതിരെ പറയുന്നതെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇവിടെ സ്ത്രീ വിരുദ്ധതയുടെ ഒരു ജീർണിച്ച രാഷ്ട്രീയം എന്നതാണ് ഷൈൻ ടീച്ചർ ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സ്ത്രീ വിരുദ്ധത നല്ല രീതിയിലുണ്ട്. ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു MLA-യുമായി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ MLA-ക്ക് നേരെ വന്ന ആരോപണത്തിന്റെ മുനയൊടിയുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് കേരളമാണ്. ഇവിടെ സ്വന്തം നഗ്നത മറയ്ക്കാൻ വേണ്ടി മറ്റൊരു തന്റെ മുണ്ട് പറിച്ചെടുക്കാൻ നോക്കിയതാണ്. പക്ഷേ സ്വയം നഗ്നനായി അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ലൈംഗിക ദാരിദ്ര്യമുള്ളവർ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടായി സ്വയം ഇങ്ങനെ ഇക്കിളിപ്പെടാവുന്നേ ഉള്ളൂ. അതൊന്നും കേരളം ഇഷ്ടപ്പെടുന്നില്ല. കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാം. അല്ലെങ്കിൽ അടുത്ത ഊഴത്തിലും പ്രതിപക്ഷത്തിരുന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടി വരും. ഈ സൈബർ പോരാളികൾ അതിരുവിട്ടു, അവരെ അതിരുവിടുന്ന രീതിയിലേക്ക് എത്തിച്ച രാഷ്ട്രീയക്കാരും കുറ്റക്കാരാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. നമ്മൾ എല്ലാ സമൂഹങ്ങളിലും രാഷ്ട്രീയത്തിൽ പരദൂഷണത്തിന് ഒരു സ്വാധീനമുണ്ട്, ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് ആ പരദൂഷണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമത്തെ ആശ്രയിച്ചിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കൂ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എത്ര കാലമാണ് മനുഷ്യർ തെറ്റിദ്ധാരണകളിൽ ജീവിച്ചിരുന്നത്? പരദൂഷണമായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് പരദൂഷണം നടത്തുന്ന മാധ്യമങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വലിയൊരു മൈതാന സമ്മേളനത്തിൽ വെച്ചായിരിക്കും. അവിടെ വെച്ചൊരു നേതാവ് വന്ന് ഒരു കാര്യം അങ്ങ് പറയും, ആളുകൾ അങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം തലമുറകളിലൂടെ വായ്മൊഴിയായിട്ട് ആ പരദൂഷണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും കോൺഗ്രസ് നേതാവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ പലരും സാമൂഹികാചാര്യന്മാരെക്കുറിച്ചുമൊക്കെ വർഷങ്ങളോളം നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വായ്മൊഴികളിലൂടെ വരുന്ന പരദൂഷണങ്ങൾ കൊണ്ടാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് പത്രമാധ്യമങ്ങൾ വഴിയെത്തുമ്പോൾ പത്രമാധ്യമങ്ങളിലെ പ്രസ്താവനകളായിട്ട് അവർ കൊടുക്കാൻ തുടങ്ങി. അത് പിന്നീട് ഏറെക്കാലം സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങി. അത് പ്രത്യേക തെളിവുകളായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുറത്തുവിടാൻ തുടങ്ങി. ടെലിവിഷൻ മാധ്യമം എത്തിയ സമയത്ത് ഇതൊന്നും കാണാത്ത രീതിയിൽ പുതിയ ഒരു തരം പരദൂഷണ സംവിധാനം ഉണ്ടാവാൻ തുടങ്ങി. അതിനെ നമ്മൾ പ്രൊപ്പഗാൻഡ എന്ന് പേരിട്ട് വിളിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി. പ്രൊപ്പഗാൻഡ എന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി നടത്തിയ ബോധപൂർവമായ ഇടപെടലുകളായിരുന്നു. അത് അന്ന് ക്രീൽ കമ്മിറ്റി എന്ന പേരിലുള്ള ഒരു കമ്മിറ്റി എങ്ങനെയാണ് യുദ്ധ വെറിയന്മാരായിട്ടൊരു രാജ്യത്തെ മാറ്റിയത് എന്നുള്ളതിൻ്റെ ചരിത്രം അമേരിക്ക പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. അന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവുമില്ലാതിരുന്ന ജനതയെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ യുദ്ധ വെറിയന്മാരാക്കി മാറ്റിയതാണ് പ്രൊപ്പഗാൻഡയുടെ ടെക്നിക്, അതിൻ്റെ സാങ്കേതിക വിദ്യ. എന്നാൽ പിന്നീട് നോക്കൂ, ടെലിവിഷൻ വന്ന് കഴിഞ്ഞതിനു ശേഷമുള്ളതിൻ്റെ 100 ഇരട്ടി വേഗത്തിലാണ് ഇന്നിപ്പോൾ സൈബർ കാലഘട്ടത്തിലെ ഈ പരദൂഷണ പ്രക്രിയ നടക്കുന്നത്. അതും ഒരു പ്രത്യേക ഏജ് കാറ്റഗറിയിലുള്ളവരാണ് അതിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നത്. ഈ ആൽഫയിലോ ജെൻസിയിലോ പെട്ടവരൊന്നും തന്നെ ഈ പ്രചരണങ്ങളിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് മറ്റു ചില കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യമുള്ളത്. പകരം മുത്തുച്ചിപ്പി വായിച്ചുകൊണ്ടിരുന്ന, ടോയ്ലറ്റിലെ അശ്ലീലങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ആ സമൂഹം ഇന്ന് 100 രൂപയ്ക്ക് ഒരു ഡാറ്റയും വാങ്ങും, ഒരു മൊബൈൽ ഫോണും കയ്യിലെടുത്ത് പിടിക്കും, എന്നിട്ട് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും തുടങ്ങി നിങ്ങൾക്ക് എതിരെ വരുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും അശ്ലീലവും അസഭ്യവും എഴുതി ഇങ്ങനെ പിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിലെ അപകടം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നിർണായകമായൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം. ഞാൻ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ള പാർട്ടി ഏതാണെന്ന് അറിയാമോ സുജയ്ക്ക്? സന്തോഷിക്കാം, അത് കേരളത്തിൽ BJP-ക്കാണ്. 1 മില്യൺ. കേരളത്തിൽ 1 മില്യനാണ് BJP-യുടെ കേരളത്തിലെ ഫോളോവേഴ്സ് ഉള്ളത്. വാട്സപ്പ് കൂട്ടായ്മകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള പാർട്ടി ഏതാണെന്ന് അറിയാമോ സർ? അത് BJP-ആണ്. BJP-ആണ് അതിൻ്റെ സാധ്യത ആദ്യം കണ്ടെത്തുന്നത്. RSSനെ ഉപയോഗിച്ചുകൊണ്ടും BJP-യുടെ തദ്ദേശീയ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടും വലിയ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക് എതിർ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് നിരന്തരം വിശ്വസിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വാട്സപ്പിൽ വന്നിരുന്ന ആളുകൾ, അത് BJP-യുടെ അനുഭാവപൂർവമായ നിലപാടെടുത്തവരുണ്ട്, BJP-യിൽ നിന്ന് അകലം പാലിച്ച് നിന്ന എന്നാൽ ന്യൂട്രലായിട്ട് നിന്നവരുണ്ട്. അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ശബരിമലയിലെ യുവതീ
പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചതുപോലെ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകളൊക്കെ പല ഗ്രൂപ്പുകളിലും, അത് BJP-യിലല്ല എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടാവുന്നു. നമ്മളതിനെ പറയുന്നത് ഒരു എക്കോ ചേംബർ എന്നാണ്. അതായത് നമ്മുടെ സമൂഹം വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും വലിയ എക്കോ ചേംബറുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ എക്കോ ചേംബറിൽ എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരേ സമയം അതിലെ ഒരു ഭടനും അതിലെ ഒരു പോരാളിയുമായിട്ട് മാറുന്നു, ഒരു സ്വീകർത്താവും പോരാളിയുമായിട്ട് മാറുകയാണ്. അങ്ങനെ വലിയ വലിയ സൈബർ വെട്ടുകിളിക്കൂട്ടങ്ങൾ ഈ എക്കോ ചേംബറുകളിൽ പെട്ടു. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ എക്കോ ചേംബറുകൾ ക്രിട്ടിക്കൽ റാഷണലായിട്ടൊന്നും അല്ല കാര്യങ്ങളെ സമീപിക്കുന്നത്. കിട്ടുന്ന മെസ്സേജ് അതേപടി എടുത്ത് ഫോർവേഡ് ചെയ്യുന്നതാണ് രീതി. ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. കേരളത്തിൽ BJP-ക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിൽ CPM ആണ്. CPM-ന് 793 CPM-നുള്ളത് 7,93,000-ഓളം വരുന്ന സൈബർ പോരാളികളാണ്. എന്നാൽ കോൺഗ്രസിനുള്ളതാവട്ടെ 364K ആണ്, 3,64,000. അതിൽ പകുതി മാത്രമേ ഉള്ളൂ. BJP-യെ സംബന്ധിച്ച് 1/3 മാത്രമേ കേരളത്തിലെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസിന്. എന്നാൽ BJP-യുടെ തൊട്ടടുത്ത് തന്നെ CPM നിൽക്കുന്നുണ്ട്. ഈ CPM ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നോക്കൂ, ഈ അംഗങ്ങൾ ഈ കണക്ക് വെച്ചല്ല, ഈ ഗ്രൂപ്പുകൾ വഴിയല്ല അവരിത് പ്രചരിപ്പിക്കുന്നത്. ഇത് ഫോളോവേഴ്സാണ്, ഈ ഗ്രൂപ്പുകൾ വഴിയല്ല. ഫോളോവേഴ്സ് എല്ലാവരും അതാണ്, ഈ ഫോളോവേഴ്സ് ഈ ഗ്രൂപ്പിലുമല്ല അത് വരുന്നത്. പകരം എന്താണ്, ഓരോ പാർട്ടികളും അവർക്ക് വേണ്ടിയിട്ട് ചില സൈബർ ലിഞ്ചിങ് കൊട്ടേഷൻ ഗ്രൂപ്പുകളെ ഉണ്ടാക്കും. ഈ മെയിൻ ഗ്രൂപ്പുകളിലല്ല ഈ ചർച്ചകൾ നടക്കുന്നത്. അനുകൂല ഗ്രൂപ്പുകളിലാണ് ഈ പറയുന്ന സൈബർ വെട്ടുകിളികൾ വന്ന് തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളെ നിശബ്ദരാക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ പരിപാടിയല്ല. ഇതിപ്പോൾ വന്ന് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അസഹനീയമായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ സ്വന്തം പാർട്ടിയിലെ ചില ആളുകൾ നടത്തുന്ന അസഭ്യവർഷങ്ങൾ കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ ഇങ്ങനെയാണോ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു സാധ്യത പ്രതിപക്ഷ നേതാവിനെ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. i21 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഏകദേശം i2i എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനൽ ആരാ നടത്തുന്നത് എനിക്കറിയില്ല. അയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വഷള സ്വഭാവത്തോടു കൂടിയുള്ള കമന്റുകളാണ് അതിനകത്ത് മുഴുവനുള്ളത്. അതിലെ തമ്പനേലുകളെല്ലാം നോക്കിക്കോളൂ. ഈ ആദരണീയനായ പ്രതിപക്ഷ നേതാവിനെതിരെ ഏറ്റവും മോശമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ യൂട്യൂബ് ചാനലുകളിൽ ഒന്നാണ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണവുമായി കൊട്ടേഷൻ കൊടുത്ത് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. അധിക്ഷേപിക്കുകയാണ്, അങ്ങേയറ്റം അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് വരുന്നത്. ഇത് BJP-ക്കും CPM-നും ഒരു പരിധിവരെ ഒരു കേന്ദ്രീകൃതമായ ഒരു കേഡർ സംവിധാനം ഉള്ളതുകൊണ്ട് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ. BJP-യോ CPM-ഓ ചെയ്യുന്ന സൈബർ ലിഞ്ചിങ് പോലെ കോൺഗ്രസ് സൈബർ ലിഞ്ചിങ് ഇറങ്ങിയാൽ കോൺഗ്രസിനുള്ളിൽ അതുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്. കാരണം കോൺഗ്രസിനൊരു കേഡർ സ്വഭാവം ഇല്ല. ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. MV ജയരാജൻ CPM-ലെ സൈബർ പോരാളികൾക്കെതിരെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ സൈബർ പോരാളികളൊന്നും അല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. അതിൽ ഒരുപാട് പേര്, ഈ ചുവപ്പിന്റെ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ, ചെങ്കൊടിയുടെ കാവൽക്കാർ എന്ന് പറയുന്നവർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ആ ആർമികളെ മുഴുവൻ പൂർണ്ണമായിട്ടും MV ജയരാജൻ നിഷേധിച്ചു. ഇതൊന്നുമല്ല പാർട്ടിയുടെ നിലപാട് പറയുന്നത് ഇവരല്ല എന്ന് നിഷേധിക്കുകയും ഏറെക്കാലം MV ജയരാജനെ ഒന്ന് ചുറിയാനൊക്കെ ശ്രമിച്ചെങ്കിലും മാത്രമല്ല CPM-ന്റെ പാർട്ടിക്കുള്ളിലുള്ള ഒരു നേതാവിനെതിരെയും അവർ പ്രചരണം നടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ റെഡ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ PJ ഫാൻസ് അസോസിയേഷൻ്റെ ചില സൈബർ ഗ്രൂപ്പുകൾ വരുമെന്നല്ലാതെ ആ രീതിയിൽ വഴിവിട്ട പ്രചരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്തില്ല. BJP-ക്കുള്ളിൽ നോക്കൂ, നേതാക്കൾക്കെതിരെ വളരെ ലിമിറ്റഡായ ക്യാമ്പയിനേ ഉള്ളൂ BJP നേതാക്കൾക്കെതിരെ നടത്തുക. പക്ഷേ മറ്റു പാർട്ടികൾക്കെതിരെ BJP ഉപയോഗിക്കും, CPM ഉപയോഗിക്കും സൈബർ ഹാൻഡിലുകളെ. കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എതിരാളികളെ മാത്രമല്ല പാർട്ടിക്കുള്ളിലുള്ള നേതാക്കളെ പോലും ആ രീതിയിൽ വന്നപ്പോൾ ഏതെങ്കിലും BJP ഹാൻഡിൽ നിങ്ങൾ ഇല്ല, CPM-ൽ വന്നിട്ടില്ല, ആ അർത്ഥത്തിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു സംയമനം പാലിക്കുന്നത് അറിയാമല്ലോ. പക്ഷെ അതേസമയം പാർട്ടിക്കുള്ളിൽ, അത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പാർട്ടിക്കുള്ളിലുള്ളവർക്കെതിരെ ആ സൈബർ പോരാളികൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ നിങ്ങൾ വളർത്തി വലുതാക്കിയ ഗുണ്ടകൾ നിങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നത്, ആ രീതിയിലേക്ക് കോൺഗ്രസിലെ സൈബർ പോരാളികൾ മാറുന്നു. അതാണ് പ്രത്യേകത ഉള്ളതായിട്ട് പറഞ്ഞത്. എല്ലാ പാർട്ടികളിലും ഈ സൈബർ ലിഞ്ചിങ് ഗ്രൂപ്പുകളുണ്ട്. അതൊരിക്കലും അനുകൂലമായ ഒരു പബ്ലിക് സ്ഫിയറിനെ, ഒരു പൊതുവിടത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല. അത് ആരോഗ്യകരമായ ഒരു സംവാദം ഉറപ്പാക്കുന്നില്ല. അങ്ങേയറ്റം അനാരോഗ്യകരമായ ഒരു സംവാദ ഭൂമികയിലേക്ക്
രീതിയിലേക്ക് ഈ സൈബർ സംഘങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ കെ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ വന്നു നിൽക്കുമ്പോൾ അത് ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. വടകരയിൽ വന്നു നിന്നപ്പോഴേക്കാണ് അതിന്റെ സ്വഭാവം മാറുന്നതായിട്ട് കാണുന്നത്. ഒരു സ്ത്രീ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് അവർ ഈ ശൈലജ ടീച്ചറിൻ്റെയൊക്കെ പോസ്റ്റുമായി ബന്ധപ്പെട്ട സൈബർ കൊട്ടേഷൻ സംഘങ്ങളുടെ പോസ്റ്റ് താഴെ വന്നു നിന്ന് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന അസഭ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീത്വം യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ട് സൈബർ കൊട്ടേഷന് ഏറ്റവും കൂടുതൽ വിധേയയായ സ്ത്രീ ഒരു പക്ഷേ ശൈലജ ടീച്ചറായിരിക്കും. അവിടെ നിന്നാണ് ഇത് കേരളത്തിൽ ഇത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു തുടങ്ങുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില കാഫിർ ഷോട്ടുകൾ, വ്യാജ ഷോട്ടുകൾ പ്രചരിപ്പിച്ചത് മറു ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. അതും സംഭവിച്ചിട്ടുണ്ട്. മുഖമില്ലാത്ത ചില സൈബർ പോരാളികൾ വന്നിട്ട് ഈ പറയുന്ന വ്യാജ കാഫിർ ഷോട്ടുകൾ പ്രചരിപ്പിച്ചതും നടക്കുന്നുണ്ട്. എന്നാൽ അതിന് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളായിട്ട് അത് പോകുന്നത് വടകരയിൽ നമ്മൾ കാണുന്നു. ആ പ്രതിഭാസം ഇപ്പോൾ തുടരുകയാണ്. അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് വരും തോറും അത് ഏത് രീതിയിൽ വരുമെന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഷൈൻ ടീച്ചറിനെതിരെ വന്നിരിക്കുന്നത് നോക്കൂ. ഇത് ഒരു ശരാശരി മാനസിക ബലമില്ലാത്ത നേതാവാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കി. അവരും അവരുടെ ഹസ്ബൻഡിനെയും കുറിച്ച് അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ട് അവർ ഏതെങ്കിലും തരത്തിൽ അവർ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടെന്നേ. ഇത് ഷൈൻ ടീച്ചർ ആയതുകൊണ്ടും ഷൈൻ ടീച്ചറുടെ ഹസ്ബൻഡും അവർ വളരെ പോരടിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടും കുറച്ച് മനസ്സിന് കരുത്തുള്ളത് കൊണ്ടും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടും അവർക്ക് വിശാലമായ ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടും അവരിറങ്ങി വന്നു നിന്ന് ധൈര്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവൻ്റെ തുണി പിടിച്ചുരിയുന്ന പരിപാടിയാണിത് എന്ന് ഷൈൻ ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞു. നിലാവ് ഒരിക്കലും പട്ടികളുടെ കുരകേട്ട് നിലാവ് ഉദിക്കാതിരിക്കുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞു. ഈ വിവാദം കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ഭാര്യയോട് സ്നേഹം കൂടുകയാണ് എന്ന് ന്യൂസ് പറയുന്നത് നമ്മൾ കേട്ടു. ഷൈൻ ടീച്ചറിൻ്റെ ഭർത്താവ് പറയുന്നത് നമ്മൾ കണ്ടു. അത്തരം ഉറപ്പുള്ളൊരു കുടുംബത്തെയാണ് ഇവർ കയറി ആക്രമിക്കാൻ ശ്രമിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ മഹാനാരാണെന്നറിയാമോ? ഷാജഹാൻ എന്ന പേരുള്ളൊരു മഹാനാണ്. 70 പിന്നിട്ടയാളാണ്. എന്താണ് ഈ 70 പിന്നിട്ടവരുടെ രോഗമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണ പറയും ചില പ്രായം കഴിയുമ്പോൾ ഞരമ്പ് രോഗം കൂടും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പദം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് സംശയിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് അങ്ങേറ്റം വഷളത്തരം നിറഞ്ഞ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നതും. അത് തുടർന്ന് സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുക്കുന്നു. ജിൻഡു ജോണിനെ പോലെയുള്ള നേതാക്കൾ ഏറ്റെടുക്കുന്നു. BRM ഷഫീറിനെ പോലെയുള്ള നേതാക്കൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് അതിലെടുത്ത് പ്രചരണം നടത്തുന്നു. ഇതിനകത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട 2 ചോദ്യങ്ങളുണ്ട്. ചോദ്യം നമ്പർ 1, ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയ ഗോപാലകൃഷ്ണൻ VD സതീശൻ അറിയാവുന്നയാളല്ലേ? VD സതീശൻ്റെ എല്ലാ ക്യാമ്പയിനുകൾക്കും നേതൃത്വം നൽകുന്ന അഥവാ VD സതീശൻ അനുകൂലമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഗോപാലകൃഷ്ണൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗോപാലകൃഷ്ണൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യമാണെങ്കിൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്നോ അയാളെ പരസ്യമായിട്ട് അങ്ങ് തള്ളിപ്പറയണം. അങ്ങ് എന്തുകൊണ്ട് ഇനിയും ഈ നിമിഷം വരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല? എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല? നമ്പർ 1. നമ്പർ 2, ഇപ്പോഴും അങ്ങ് പറയുന്നത് CPM-നുള്ളിലെ ഇതാരാണ് പുറത്തുവിട്ടത് എന്നത് അന്വേഷിക്കണമെന്നാണ്. പ്രതിപക്ഷ നേതാവിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, പ്രിയപ്പെട്ട VD സതീശൻ, ഇത് വന്നിരിക്കുന്നത് ഷാജഹാന്റെ പോസ്റ്റിൽ നിന്ന്, ഇത് ഗോപാലകൃഷ്ണന്റെ പോസ്റ്റിൽ നിന്ന്, മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കുവെച്ച പോസ്റ്റുകളിൽ നിന്നാണ് കൂടുതലും പ്രചരിച്ചിരിക്കുന്നത്. CPM-ൻ്റെ ഉള്ളിൽ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് പുറത്തു വന്നതല്ല. ഇറ്റ് വാസ് വെൽ പ്ലാന്റഡ്. അത് അങ്ങയുടെ അറിവോട് കൂടിയല്ല എന്ന് വിശ്വസിക്കാനാണ് ഈ നിമിഷവും എനിക്കിഷ്ടം. പക്ഷേ അങ്ങ് പാലിക്കുന്ന മൗനവും ഇന്ന് അങ്ങ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതും യഥാർത്ഥത്തിൽ തെറ്റായ ദിശയിലേക്ക് നയിക്കും. ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്പർ 3, മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി എനിക്ക് അങ്ങയോടുണ്ട്. ഇത് വടകരയിൽ ഈ സൈബർ കൊട്ടേഷൻ ഈ പ്രചരണം നടത്തിയപ്പോൾ, പാലക്കാട് ഈ പ്രചരണം നടത്തിയപ്പോൾ അങ്ങ് നിശബ്ദനായിരുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അങ്ങ് അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നാം ഇതുവരെയും കോൺഗ്രസിൽ കാണാത്ത ഒരു പുതുരീതി അന്നേ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങത് ചെയ്തില്ല. ഇപ്പോൾ അങ്ങേക്കത് ബോധ്യമായി. അങ്ങേക്കെതിരെ കൂടി ഈ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അത് കോൺഗ്രസിനുള്ളിലാണെങ്കിൽ അത് VD സതീശൻ, CPM-ലെ ഗ്രൂപ്പുകൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾ, BJP-യുടേതാണെങ്കിൽ അങ്ങനെ അത് അവസാനിപ്പിക്കുക. ഒരു കാരണവശാലും ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വഴിതെളിക്കില്ല എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഇതൊരു പുതിയ രാഷ്ട്രീയ ജീർണതയുടെ സംസ്കാരത്തിൻ്റെ തുടക്കമാണ്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ തുണി പിടിച്ചുരിയുന്ന ഈ ഏർപ്പാട് അത്യന്തം വിനാശകരമായിട്ട് മാറും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതും കണ്ടു. ഇതിപ്പോൾ CPM ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ 2-3 പേരുകൾ പറയാം. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയത്, എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൽ
അത് നിയന്ത്രിക്കുന്ന ഒരു നേതാവ്, ഒരു വനിതാ നേതാവ്, ഇപ്പോൾ തുരുത്തിക്കാടനെ പോലെയുള്ള, വാഴക്കാടനെ പോലെയുള്ള, മാത്യുവിനെ പോലെയുള്ള, താഹയെ പോലെയുള്ള, സഹിനെ പോലെയുള്ള അങ്ങനെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്ന ചില ആളുകളുണ്ട്. ഇവരെ കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാടെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഒരാളുടെ പേര് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മീഡിയ ഗ്രൂപ്പിൽ ഒരു ബന്ധവുമില്ലാതെ ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതുമായി ബന്ധപ്പെട്ട AICCക്ക് ഒരു പരാതി പോയിട്ടുള്ളതായിട്ട് കൂടി ഞാൻ അറിയുന്നു. ഒരു കാരണവശാലും അത് അങ്ങ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഈ സൈബർ കൊട്ടേഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന അപകടം ചെറുതല്ല, അത് പാർട്ടിക്കുണ്ടാക്കുന്ന വലിയ ഭീഷണി നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് അനുകൂലമാണെന്ന് കരുതും. നാളെ ഇത് നിങ്ങൾക്കെതിരെ നിങ്ങൾ വരും. നിങ്ങൾ വിഷം ചീറ്റുന്ന പാമ്പുകൾക്കാണ് പാലൂട്ടി വളർത്തുന്നത്. അതിന് വിട്ടോ സൈബർ പോരാളികൾ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്, കേരളത്തിൽ ഈ സൈബർ ഗുണ്ടകൾ വിളയാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നാട്ടിൽ പണ്ട് കാലങ്ങളിൽ ഈ കലിംഗിനെ പുറത്തിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 ആൾക്കാർ മാത്രം ഇരുന്ന് ആ നാട്ടിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് ഇപ്പോൾ ഒരു വലിയ സംഘങ്ങളായി മാറിയിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സൈബർ നേതാവിനെ തന്നെ ഫിക്സ് ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിയാണെങ്കിൽ VT ബൽറാമിനെ പോലെ ഒരാളെയാണ് ഇതിന് തലപ്പത്ത് വെച്ചിരിക്കുന്നത്. ആരാണ് VT ബൽറാം? കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഈ KPCCയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഈ പറയുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ പ്രശ്നമാകുകയാണ്. അദ്ദേഹം തന്നെ ബീഹാറിനെ കുറിച്ചും ബീഹാർ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല വലിയ നേതാക്കന്മാരെ കുറിച്ചിട്ടും വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതുന്നതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ചാർജ് കൊടുക്കുകയാണ്. അതോട് ചാർജ് കൊടുക്കുക. ആ കാലത്ത് പ്രതിപക്ഷത്ത് നിന്ന് വലിയ രീതിയിൽ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം നോക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പറ്റിയ ആൾ ഇദ്ദേഹമാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ തലപ്പത്ത് ചാർജ് കൊടുക്കുന്നത്. ഇങ്ങനെ പല സംവിധാനങ്ങളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ നോക്കിയാൽ അറിയാം. ഇന്ന് അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ 3-3.5 ലക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. 7-7.5 ലക്ഷമാണ് CPM, 10-10 ലക്ഷമാണ് BJPയുടെ. ഈ 3-3.5 ലക്ഷത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഒരു 10-500 ആൾക്കാർ വരുന്ന ഒരു വെട്ടുകിളിക്കൂട്ടം, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികെട്ട കൂട്ടമാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? ഓരോ ദിവസം ഒരു 50 ID ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത 50 ID ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇവരുടെ പണി എന്താ? ID ഉണ്ടാക്കുക, ചീത്ത വിളിക്കുക, മോശം പരാമർശം, കാർഡ് ഉണ്ടാക്കുക, വൃത്തികേട് പറയുക, ഇത് തന്നെയാണ്. കാരണം ചില വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കും. ഇപ്പം ഷൈൻ ടീച്ചറിൻ്റെ വാർത്ത ഈ ഷാജഹാൻ യൂട്യൂബിലിട്ട ഉടനെ അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ടെന്ന് റിപ്പോർട്ടർ TVൻ്റെ അടിയിലിട്ട് ധൈര്യമുണ്ട് ഈ ചർച്ച ചെയ്യടാന്ന് പറയുകയാണ്. നമ്മുടെ ഫോട്ടോയ്ക്ക് അതിന് കൂടിയിട്ട് പറയാം, നിനക്കെന്താ ധൈര്യമില്ല ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്? നീയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത എടുത്ത് ചർച്ച ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരുടെ ഫോട്ടോ റിപ്പോർട്ടർ TVയുടെ എഡിറ്റോറിയൽ ഞങ്ങളുടെ മുഴുവൻ ഫോട്ടോ എടുത്ത് അതിൻ്റെ കൂടി ഇട്ടേക്കാണ്. ചർച്ച ചെയ്യണം. ആരാ എഴുതുന്നത്? പ്രധാനപ്പെട്ട, ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ ഏറ്റവും ഞെട്ടിച്ച കാര്യമാണ്, പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ നേതാവ് വന്നിട്ട് എഴുതിയിട്ട് അവൻ വലിയ കാര്യത്തിൽ എഴുതിയേക്കാം ഫോട്ടോയൊക്കെ വെച്ചിട്ട്. നീ എന്താ ധൈര്യമുണ്ട് ഈ ചർച്ച ചെയ്യാത്തത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്താണ്? ഇതെന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തില്ല. ഈ പരാതിക്കാരി പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തതെന്നും, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെന്നും, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എത്തി നിൽക്കുന്നതും, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട്. കേസ് എടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോകും, കേസ് എടുത്തില്ലെങ്കിൽ പുറത്തു വരും. പക്ഷേ എന്ന് വെച്ച് ഉള്ള സാധനം ഇല്ലാതാകുന്നില്ല, അതങ്ങനെ തന്നെയുണ്ട്. അതെന്ന് വെച്ചിട്ട് അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ സ്ത്രീകളെ എടുത്തിട്ട് അവരുടെ വേറൊരു ആളെയും കൂട്ടി ആരെ കൂട്ടിയാണ് പറയുന്നത്? കേരളത്തിലെ ഒരു MLA ആണ്. ഒരു MLAനെ കുറിച്ചിട്ട് ഒരു MP ആയി മത്സരിച്ച സ്ത്രീക്കെതിരെ കൂട്ടിയിട്ട് ഒരു വാക്ക് പറയുന്ന സമയത്ത് അത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഈ BRM ഷെഫീറും ഷിൻഡോ ജോണൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷിൻഡോ ജോണിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണ്? എങ്ങനെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വല്ല ബോധമുണ്ടോ? അങ്ങനെ ഒരു ബോധമുള്ള ഒരാളെ MLAനെ കുറിച്ചിട്ട്, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു MLAനെ കുറിച്ചിട്ടാണ് പറയുന്നതിനുള്ള സാമാന്യ ബോധം ഏത് MP സ്ഥാനത്തേക്ക് എറണാകുളത്ത് നിന്ന് മത്സരിച്ച ഒരു ടീച്ചറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കണച്ചിട്ടാണ് പറയുന്നതെന്നുള്ള സാമാന്യ ബോധം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു കണിക ഇവരുടെയൊക്കെ തലയിലുണ്ടെങ്കിൽ എഴുതുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷിൻഡോ ജോണൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നത് കേരളത്തിലെ നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവരാണ് ഇത് എഴുതുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിലും ഇങ്ങനെയാണ് അവർ രാഷ്ട്രീയം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് രാഷ്ട്രീയം. ഇവരെയൊക്കെയാണോ ജയിപ്പിച്ച് MLA ആക്കി നിയമസഭയിലേക്ക് കഥ പറയാൻ വേണ്ടി വിടേണ്ടത്?
ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണ് ഈ സംസ്ഥാനം പോയി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ സുജിയെ നേരത്തെ പറഞ്ഞപ്പോൾ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാവ് കണ്ടല്ലോ, ഇന്ന് 2 സ്ഥലത്താണ് ആൻറ്റി ഡ്രഗ്സിൻ്റെ ക്യാമ്പയിൻ. ഒന്ന് കണ്ണൂർ രാവിലെ 6 മണിക്ക് കണ്ണൂർ, 3 മണിക്ക് വയനാട്ടിൽ. 2 സ്ഥലത്തു നിന്ന് ആൻറ്റി ഡ്രഗ്സിനെതിരെ യുവാക്കളെ ഡ്രഗ്സിൽ നിന്ന് പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എത്ര യുവാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്ര യുവാക്കൾ നടത്തി? ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാർ, പിന്നെന്താ 2ാം നിര ഒക്കെ ഉണ്ടല്ലോ. എത്ര പേര് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ? ഈ പറഞ്ഞ 65 വയസ്സായ രമേശ് ചെന്നിത്തലയാണ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെയാണ് ഇവർ വന്ന്, ഞാൻ നേരത്തെ അരുൺ സാർ പറയുന്ന സമയത്ത് ശൈലജ ടീച്ചറെ കുറിച്ച് പറയായിരുന്നു. ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ച സമയത്ത് കേരളത്തിലെ ടീച്ചർ അമ്മ എന്ന് വിളിച്ച ഏക ടീച്ചർ ശൈലജ ടീച്ചറല്ലേ? ടീച്ചർ അമ്മ എന്നാണ് വിളിച്ചത് അല്ലേ? എന്തുകൊണ്ടാ? കോവിഡ് വന്ന മഹാമാരിയത്ത്, നിപ്പ വന്ന മഹാമാരിയുടെ സമയത്ത് കേരളത്തെ കൈ പിടിച്ചുയർത്തിയ ടീച്ചറല്ലേ? ആർക്കാ സംശയം ഉണ്ടായിരുന്നത്? ഒരാൾക്ക് സംശയം ഉണ്ടായിരുന്നോ? കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ. ഞാൻ 2 പേരെ കുറിച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഒന്ന് സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രിനെ കുറിച്ചിട്ട്, രണ്ടാമത് ശൈലജ ടീച്ചറെ കുറിച്ചിട്ട്. അങ്ങനെ 2 മന്ത്രിമാരെ പോലും നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? അതുപോലെ വൃത്തിയായി കൈകാര്യം ചെയ്ത ടീച്ചറെ, ഒരു നല്ല രീതിയിൽ MLA ആയി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ടീച്ചർ ഈ വടകര വന്ന് സ്ഥാനാർത്ഥി ആയതോടുകൂടി, ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി എതിർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയിട്ട് ടീച്ചർക്കില്ലാത്ത കുറ്റമില്ല. ടീച്ചർ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള അവസ്ഥയിലെത്തി. ടീച്ചർ എന്തോ വൃത്തികെട്ട സ്ത്രീയാണെന്നുള്ള നിലയ്ക്ക് പറയുന്നു. യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കമൻറ്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. എങ്ങനെയാണ് ഇത് വരുന്നത്? അത് വരുന്നത് എന്തുകൊണ്ടാണ്? അത് വരുന്നത് ഈ ഗ്രൂപ്പാണ്, ഈ പെയ്ഡ് ഗ്രൂപ്പാണ്. അവൻ 50 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷവും കൊടുത്തിട്ട് അടിച്ചോളാൻ പറയുകയാണ്. 10ഉം 25ഉം ആൾക്കാർ ഒരു റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് പണി. അത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25 പേര് സൈബർ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു ചാനലിനേക്കാളും വലുതാന്ന്, ഒരു ചാനലിനേക്കാളും വലിയ ഫെസിലിറ്റിയോട് കൂടി ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇതിങ്ങനെ ആൾക്കാരെ മോശക്കാരാക്കുക. എത്ര പേര് ആൾക്കാർ ഇത് വിശ്വസിക്കും? ഇപ്പോൾ ശൈലജ ടീച്ചറെ നേരിട്ട് കാണാത്ത എത്ര ആൾക്കാരുണ്ട്? ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. അപ്പം ഞാൻ ശൈലജ ടീച്ചറെ അറിയില്ല എന്ന് നോക്കുക, ഞാൻ ഈ സൈബർ ഗ്രൂപ്പിലെ ഒരാളുടെ ഫ്രണ്ടാണെന്ന് നോക്കുക, എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ ബാക്ക് ടു ഈ ടീച്ചറെ കുറിച്ചൊരു മോശം തന്നെ. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇപ്പം പ്രതിപക്ഷ നേതാവിനോട് പോയി പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടുള്ള സമയത്തും വടകരയുള്ള സമയത്തും നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മളിത് പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതുന്നത്. നമ്മൾ ഏതെങ്കിലും വാർത്ത നോക്കാതെ കൊടുക്കാറുണ്ടോ? ഒരു വാർത്ത കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു വാർത്ത ഇത് തെറ്റിപ്പോണ്ട് അപ്പം ഖേദം പ്രകടിപ്പിക്കാൻ ഒരു മടിയില്ലാന്ന് എഡിറ്റോറിയൽ തീരുമാനം എടുത്ത ചാനലാണ് നമ്മൾ. ഒരു വാർത്ത തെറ്റായി ഇതിങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വെബ്സൈറ്റിലും യൂട്യൂബിലും ഈ പറഞ്ഞ ചാനലിലടക്കം എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളുണ്ട്. തെറ്റ് പറ്റാത്തതിന് കാരണം വലിയ രീതി. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ KT ജലീലിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. KT ജലീൽ പത്രസമ്മേളനം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ വ്യൂവർഷിപ്പ് കൂടി എന്ന് വിചാരിച്ചിട്ടുണ്ട് മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ കാണും. അങ്ങനെയല്ലേ? എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, കേരളത്തിലെ ഏറ്റവും അധികം ഡിജിറ്റൽ പ്രസൻസ് ഉള്ള ചാനൽ റിപ്പോർട്ടർ TV. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഇരട്ടിയോ അതിലത്രയോ കൂടുതൽ ഡിജിറ്റൽ പെർഫോം ചെയ്യുന്ന ചാനലാണ് റിപ്പോർട്ടർ TVയുടെ. അവിടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വലിയ രീതിയിൽ റീച്ചാവും. അന്ന് വെച്ചിട്ട് നിങ്ങളാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അറ്റാക്ക്. എന്ന് പറഞ്ഞാൽ ഇന്ന് CPM വേണ്ടി പണിയെടുക്കാമെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ. CPM ഇന്ന് ഒരു വാർത്ത കൊടുത്തിട്ട് കൗൺസിലറെ കൊണ്ട് രാജിവെപ്പിച്ച് ആ കൗൺസിലർ നടപടി സ്വീകരിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ TV. 3 മണിക്കൂർ കൊണ്ട്. കാരണം അതെന്തുകൊണ്ടാണ്? ആൾക്കാരിലേക്ക് വാർത്ത എത്തുന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പറയുന്നില്ല 3.5 ലക്ഷം ആൾക്കാരെ ഉള്ള ലൈക്ക് പേജ് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാരുടെ വില കളയുന്ന നോക്കിയത്. ഇങ്ങനെയാണോ കേരളത്തിൽ നേതാക്കന്മാരുണ്ടായത്? ഇങ്ങനെയാണോ കരുണാകരൻ ഉണ്ടായത്? ഇങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഉണ്ടായത്? കേരളത്തിൽ ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിൽ കൂടെ വളർന്നു വന്ന നേതാവാണോ? കേരളത്തിലെ കരുണാകരൻ AK ആന്റണി ഫേസ്ബുക്കിൽ കൂടെ വന്ന നേതാക്കന്മാരാണോ? ഇവർക്ക് യൂത്ത് കോൺഗ്രസ് കൂടെ പണിയെടുത്ത് വന്ന നേതാക്കന്മാരാണ്. ഇവരെ റീൽ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ച നേതാക്കന്മാരല്ല. നമ്മളാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് റിയൽ വർക്കും ഇങ്ങനെയാണ്. റിയൽ വർക്ക് എന്താണെന്നുള്ളത്. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവുണ്ട്. നിങ്ങൾ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നുണ്ട് ദിവസം? കേരളത്തിൽ ചാണ്ടി ഉമ്മനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ പണിയെടുത്തത് നമ്മൾ കണ്ടതല്ലേ? എങ്ങനെയാണ് എടുത്തത്? ഇതുപോലെ ഷൈൻ ടീച്ചർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് സ്വന്തം ഹസ്ബൻഡും വൈഫോട്ട് ഒന്നിച്ച് ജീവിക്കുന്ന മക്കൾ കെട്ടിക്കാനായ പ്രായമുള്ള മക്കളുള്ള അമ്മമാർക്കെതിരെ അത് പറയുന്നത് നോക്കണം. ഒരു വയസ്സ് 2 വയസ്സുള്ള കുട്ടികളല്ല, കെട്ടിക്കാനായ പ്രായമുള്ള കുട്ടികളെ കുറിച്ച് സാർ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ചാണ്ടിയുമ്മൻ ഇവിടെ ഈ പറയുന്ന അപവാദ പ്രചാരണം ഒക്കെ നടക്കുമ്പോഴേക്കും ടയർ 2 ബ്രിക്സ് ഫോറം ഓൺ ട്രഡീഷണൽ വാല്യൂസ് ഹെൽഡ് ഇൻ ബ്രസീലിയൻ പാർലമെന്റ്, അവിടെയാണ് പ്രിവെന്റീവ് മെഡിസിൻ ആണ് അവിടുത്തെ വിഷയം. സംസാരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വാർത്ത പറ്റാതെ വന്നു വെച്ചോളൂ. ന്യായമായി സാധാരണ എന്താ ചെയ്യുക?
സാധാരണ നിങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാ ചാനലുകളുമായിട്ടും എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും എല്ലാ പത്രങ്ങളുമായിട്ടും നല്ല ഭേദമുണ്ട്. റെഗുലറായി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അവിടെ സാധാരണ വിളിക്കുക, ഈ വാർത്ത തെറ്റാണ് കേട്ടോ, ഇതിനകത്ത് എൻ്റെ വേർഷൻ ഇതാണ് എന്നാണ് വിളിച്ച് പറയുക അല്ലേ. അതിന് പകരം ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ, ആ വാർത്തയെ ഫേസ്ബുക്കിലേക്ക് ഇടും. എന്നിട്ട് തെറിയാണ്, നീ കണ്ട പോലെ കുട്ടിക്കോ, നീ അങ്ങനെയാക്കിയില്ലേ, നീ ഇങ്ങനെയാക്കിയില്ലേ, നീ കെ.ടി. ജലീലിന് വേണ്ടി പണിയെടുത്തില്ലേ, നീ മറ്റേ നേതാവിന് വേണ്ടി പണിതില്ലേ, നീ പിണറായിക്ക് വേണ്ടി പണിയെടുക്കല്ലേ. ഇതെവിടുത്തെ ന്യായമാണെന്ന് ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ? കേരളത്തിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ, കേരളത്തിൽ ഭയങ്കരമായിട്ട് യൂട്യൂബ് ചാനലുകളാണ്. യൂട്യൂബ് ചാനൽ 2024 ശേഷം ഒരു നിയമമുണ്ട്. എന്താണെന്നറിയോ, ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് വേണം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട്. ഒരു ചാനലായി യൂട്യൂബിനെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് വേണം. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇത് വേണം കേട്ടോ, പക്ഷേ കേരളത്തിന് മാത്രം വേണ്ട. 2-3 പേരുണ്ട് റെഗുലറായിട്ട്. അതിൽ ഒരാളാണ് ഈ കെ.എം. ഷാജഹാൻ. കെ.എം. ഷാജഹാനൊക്കെ സർക്കാർ നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടല്ലോ. ഈ അവസ്ഥ ഈ പറയുന്ന ടീച്ചർ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇതുപോലെ വേറെ ഒരാളുണ്ട് റോഡിൽ കിടന്ന് അടി വാങ്ങുന്ന ആൾ, മനസ്സിലായില്ലേ? അവരൊക്കെ നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നടപടി എടുക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് പോലീസിനെയും സർക്കാരിനെയും നിശ്ചിതമായി വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയോ, ഒരാൾക്കെതിരെ മാനസികമായി ഉണ്ടാക്കുന്ന ആഘാതമാണ് അടിക്കുന്നതിനേക്കാളും വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വലിയ രീതിയിൽ നീ ഒരാൾക്ക് പോയി തല്ലിയ വേദന തീരുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ, അവൻ്റെ ആ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ഏത് ദേഷ്യത്തിലാണ്, ഏത് ആക്ഷനാണ് തല്ലുന്നത് നമുക്ക് ഡയറക്റ്റായി മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾ, ഒരു പരിചയമില്ലാത്ത ആൾ വേറെ എവിടെ ഇരുന്നിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ എഴുതി തള്ളുകയാണ്. ആ തള്ളുന്ന ആൾക്ക് വല്ല ബോധമുണ്ടോ, ഇതെന്താ ചെയ്യുന്നതെന്ന് ബോധമുണ്ടോ? അതിന് നടപടി എടുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നേ, അതിന് നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇതിലെങ്കിലും, ഞാൻ പറയും, ഇത് ആർക്കെതിരെയാ, ഒരു MLA-ക്കും CPM-ൻ്റെ ഏറ്റവും മുതിർന്ന ഇതിലെങ്കിലും ശക്തമായ നടപടി. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, കോടതി ഇപ്പം എല്ലാം എന്താണ്, ഇത് സൈബർ കേസാന്ന് പറഞ്ഞ് വിട്ടേക്കും. ഇതുകൊണ്ടങ്ങ് ചെന്നാൽ അയ്യോ ഇത് സൈബർ കേസാണ്, ഇതെന്താണ്, ഇത് ഇപ്പോൾ 1 മണിക്കൂർ ജാമ്യത്തിലാണ്. 125 കേസിന് പറഞ്ഞാൽ ഓരോരുത്തർ നടക്കുന്നത്. 125 കേസ്, സൈബർ കേസ് 125 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കും ചെല്ലുന്ന അവിടെ ജാമ്യമാണ്, ഇറങ്ങിപ്പോയിക്കോളൂ, കുഴപ്പമില്ല, ഇനി എഴുതിക്കോ, കുറച്ചല്ലേ എഴുതിയിട്ടുള്ളൂ, ഈ കുറച്ചുകൂടെ കൂടുതൽ എഴുതിക്കോ എന്ന് പറഞ്ഞ ശൈലിയിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങാനും വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തല്ലോ എവിടെ, നേപ്പാളിൽ എന്താ ജൻസീസ്, പിന്നെ പിള്ളേരെ ഇറങ്ങിയിട്ട് അവിടെ സംവിധാനം മുഴുവൻ അടിച്ചു ചേർത്തു. ഒരു സ്കൂളിലെ പ്രശ്നം ഉണ്ടായാൽ മതി. ഒരു സ്കൂളിൽ നമ്മൾ വെറുതെ ചെറുതായിട്ട് കാണണ്ട, ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു കുട്ടി മോശമായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തെ പോലും താങ്ങാൻ സാക്ഷിയുള്ള കേരള സർക്കാർ ഇന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പോലീസിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെങ്ങനെയാണ്, ഇത് നുള്ളേണ്ട അടുത്ത് നുള്ളണം എന്നുള്ളതാണ്. ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ഇതുപോലെയുള്ള സംവിധാനം അവസാനിപ്പിക്കുക. നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിലപാടും കൂടി എടുക്കേണ്ടത് സർക്കാരാണ്. ഇതിലെങ്കിലും നിങ്ങൾ നിലപാടെടുത്ത് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് വിട്ടോ സൈബർ പോരാളികൾ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.